ആ എന്താടോ വാ. ആ താൻ പോയി ദിവാറിനോട് വരാൻ പറ. സർ ഇരിക്കടോ. സർ, സി ബ്ലോക്കിൽ ചിന്നാടനും പരമശിവനും തമ്മിൽ വീണ്ടും തല്ലുണ്ടായി. അവൻ പല തവണയായി ചിന്നാടന്റെ മെക്കെട്ട് കയറണം. താൻ പോയി തൂക്കിയെടുത്തോളൂ ആടോ ആ പരമശിവത്തെ. നിനക്ക് എന്തിന്റെ സൂക്കേടാണ്? മറ്റുള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറാൻ നിനക്ക് ഇവനോട് മാത്രം എന്താ ഇത്ര വലിയ സൂക്കേട്? സൂപ്രണ്ടിന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനാണെങ്കിൽ സൂപ്രണ്ടിന്റെ ആളും. ഞാൻ വതളങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയും. എന്താണ്? എനിക്കും ജീവിക്കണ്ടോ? അച്ഛന്റെ അസുഖം എങ്ങനെയുണ്ട്? പ്രഷർ പെട്ടെന്നൊന്ന് കൂടി കുഴഞ്ഞു വീണു. ഉടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അതുകൊണ്ട് നേരിട്ട് പറയാൻ വന്നതാ. ഓ ഇങ്ങോട്ട് കൊണ്ടുപോടോ. ചെല്ലടങ്ങട്. കേറി ചെല്ലടങ്ങട്. തിന്നിട്ട് മോളെ നീങ്ങി പോരും. ഇടികൊണ്ടതിനേക്കാൾ വേദന അവളെ കണ്ടപ്പോഴായിരുന്നു. ഇനിയിപ്പോ വീട്ടുകാരറിയും, നാട്ടുകാരറിയും. അടുത്ത വണ്ടിക്ക് എന്റെ കുടുംബം മൊത്തം ഇവിടെ എത്തും. ഞാൻ ഈ കളിച്ച കളിയൊക്കെ പരമശിവം, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. ഈശ്വര, അമ്മയായിരിക്കും. നിങ്ങളുടെ ദുബായ് പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകത്താണെന്ന് ഇവിടെ വെച്ച് കണ്ടപ്പോഴാണ് മനസ്സിലായത്. താൻ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? അന്ധയായ പെൺകുട്ടി തനിക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന്. അതും ക്രിസ്ത്യാനി ഷേഖിന്റെ വീട്ടില്, അല്ലേ? അച്ഛനും കൊച്ചച്ഛനും അറിയാതെ ഞാൻ ഇവിടെ വന്നത് നിങ്ങളെ കണ്ട് രണ്ട് വർത്താനം പറയാനാ. പാവ അമ്മ മൂത്ത മോനെ കുറിച്ച് പറയുമ്പോ 1000 നാവ. ഒരു കുടുംബം മുഴുവൻ അവിടെ നിങ്ങളെ സ്നേഹിച്ചു കൊല്ലുക. എന്നിട്ട് ഇനി അവരെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും അറിയണം. ഞാൻ അറിയിക്കും. അറിയിച്ചോളൂ. കുട്ടി പറഞ്ഞത് ശരിയാ. ഞാൻ എല്ലാവരും പറഞ്ഞു പറ്റിക്കുക, മനഃപൂർവ്വ. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ജയിലിൽ കിടക്കണമെന്നോ? സത്യം പറഞ്ഞ അവരുടെയൊക്കെ സന്തോഷം നശിപ്പിക്കണമായിരുന്നു ഞാൻ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. ഈ കൈകൊണ്ട് ഞാൻ ആരും കൊന്നിട്ടില്ല. പക്ഷെ കൊലപാതകം എന്ന പേരില് ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന എന്റെ കൂലിയാ മാസം മാസം എന്റെ വീട്ടിലെത്തുന്നത്. അതുകൊണ്ട് അവരൊക്കെ അവിടെ. ജീവിതത്തിൽ ഈ നിമിഷം വരെ എന്റെ ഭാവിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. താനിപ്പോ പറഞ്ഞില്ലേ എല്ലാരും ഞാൻ ചതിച്ചെന്ന്. പരോളിനിറങ്ങി എനിക്ക് വേണമെങ്കിൽ തന്നെ കല്യാണം കഴിക്കായിരുന്നു. അതിനുശേഷമാണ് താൻ എന്നെ ഇവിടെ വെച്ച് കാണുന്നെങ്കിലോ? ഞാനൊരു ക്രൂരനും കൊലപാതകമായിട്ട് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയാം, എല്ലാം പറയാം, എല്ലാരോടും പറയാം. ഒരു കള്ളക്കഥയുണ്ടാക്കി തന്നെ ഞാൻ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് തന്നോടുള്ള ഇഷ്ടക്കുറവുണ്ടല്ല, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാ.
എടാ എന്നെ നിന്റെ ഒപ്പം ഇറക്കി വിട്ടാ മതി ഇവിടുത്തെ ഏമാനോട് കാല് പിടിച്ച് ഞാൻ പറഞ്ഞു, കേട്ടില്ല. ദേ ചവിട്ടി പുറത്താക്കി. ആരെ നീ നോക്കണത്? നമ്മുടെ ആൾക്കാരും കണ്ടില്ല. ആ, അവർക്കാർക്ക് ഇനി നിന്നെ വേണ്ടായിരിക്കും. നീ വിഷമിക്കണ്ട, അത്യാവശ്യം ദുബായ് സാധനങ്ങൾ വാങ്ങാനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ ഈശ്വര, അമ്മയെന്ന് പറഞ്ഞാണല്ലേ. അനിയ, ആ കണ്ണാടി ഒന്ന് തിരിച്ചു. ചുമ്മാരിടാ. ഷൂവോ? ഷൂ അല്ല, ചെരുപ്പ്. അങ്ങോട്ട് നോക്കിയേ. പൊറിഞ്ചു, അവളെ കണ്ടിട്ട് എന്ത് തോന്നണം? എന്തെങ്കിലും തോന്നിയാ തന്നെ എനിക്കങ്ങനൊന്നും തോന്നാൻ പാടില്ലല്ലോ. നീ കെട്ടാമണ പെണ്ണല്ലേ, അവൾ എനിക്ക് എന്റെ അമ്മയെ പോലെയാ. പോടാ. അതല്ല, അവൾ എന്റെ അമ്മയോടെല്ലാം സത്യം പറഞ്ഞു കാണുമെന്ന്. ഏയ്, ലക്ഷണം കണ്ടിട്ട് ഒന്നും വിടാതെ പറഞ്ഞ പോലെ ഉണ്ട്. കൂടിയോന്നൊരു സംശയം. മോനെ ഉണ്ണി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജയിലിൽ കിടന്ന കാര്യം വിശ്വസിക്കാൻ പറ്റില്ല. അമ്മേ. ഉണ്ണി, ഇനി നിന്നെ ഞാൻ ഉടനെ ഒന്നും ദുബായിക്ക് വിടില്ല. അയ്യോ, ഇനി ദുബായിക്ക് തിരിച്ചു പോകണ്ടമ്മേ, ശിക്ഷ കഴിഞ്ഞില്ലേ? ശിക്ഷയോ? അല്ല, ഈ അറബിയുടെ കൂടെ പണിയെടുക്കാന്ന് പറഞ്ഞാ അതിലും വലിയ ശിക്ഷയുണ്ടോ അമ്മേ? ഇവന് മനസ്സിലായില്ലേ പൊറിഞ്ചു? അന്ന് വന്നപ്പോ വേറെന്തോ പേരാണല്ലോ പറഞ്ഞത്. അതെ, ബിജു. ഈ അറബികൾക്ക് ബിജു എന്നുള്ള വാക്ക് നാവില് വഴങ്ങില്ല. അതുകൊണ്ട് അവര് പൊറിഞ്ചു പൊറിഞ്ഞെന്നാ വിളിക്കണതേ. ഉദാഹരണത്തിന് സോഡേനെ അമ്മ സോഡാന്നല്ലേ പറയണത്. എനിക്ക് സോഡാന്ന് പറയാൻ അറിയാൻ പാടില്ല, ഞാൻ ഷോഡാന്നാ പറയണ. അതായത് മക്കളിരിക്കെ, അമ്മ ചായ കൊണ്ടുവരാം. അമ്മേ, അപ്പുറത്തെ വീട്ടിലെ കുട്ടി അമ്മയോടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ആ, പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, പറയും. അമ്മേ, ഞാൻ എന്റെ നീ തിരിച്ചു വന്നാലുടൻ അവളെ കല്യാണം കഴിച്ചോളാമെന്ന് പറഞ്ഞ കാര്യവും ഞാൻ അറിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൾ അങ്ങനെ പറയൂന്ന്. അവളെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അവള് നിന്റെ ട്രാക്കിലായെന്ന്. ഹലോ ഹലോ. ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖമായിരുന്നോ? ഫ്ലൈറ്റിൽ വന്നവർക്ക് സുഖമായിരുന്നു. നമ്മള് തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല. ദുബായിലോ? എപ്പോ? ജയില്. ആ, അല്ല, അമ്മയോട് കുട്ടി വേറെന്തൊക്കെയോ പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞല്ലോ. പണ്ടാരടങ്ങാണ്ട് വാടക എടുത്ത സ്ഥലം നശിപ്പിച്ച്. അച്ഛനെ കണ്ടില്ലല്ലോ. അതിനിത് പള്ളിയല്ലല്ലോ. കുട്ടിയുടെ അച്ഛൻ. അച്ഛൻ വൈദ്യരെ കാണാൻ പോയിരിക്കാ. ആ, കുഴമ്പ് വാങ്ങാൻ പോയതായിരിക്കും. നിന്നെ ജയിലിലിട്ട് ഇടിച്ച ഇടി ഒരു എപ്പിസോഡ് പോലും വിടാതെ കുട്ടി കണ്ടതല്ലേ? ഒരു മിനിറ്റ്. വരൂ. ഒരൊറ്റ മിനിറ്റ്. എന്താണ് സീക്രട്ട് ആണാ? കണ്ടോ? അതെടുത്തേ. പെൺകുട്ടികളുടെ മുമ്പിൽ ആളാവരുത്. എന്താടി ആ, എന്താടി ഏട്ടനെ കണ്ടിട്ട് പഴയ പോലത്തെ ഒരു സന്തോഷമില്ലാത്ത? എന്തിനാ മോളെ? നിന്റെ മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ എന്താ പ്രശ്നം? ഏട്ടാ, കറിയാച്ചൻ ഇന്ന് കോളേജിൽ വന്നിരുന്നു. കാശിന്റെ കാര്യം പറഞ്ഞു കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അമ്മേ, അമ്മേ. എന്താ മോനെ? ആ കറിയാച്ചൻ ഈ മാസത്തെ കാശ് കൊടുത്തില്ലേ? 6 മാസമായിട്ട് നീ കാശ് അയച്ചില്ലല്ലോ മോനെ. അപ്പൊ നമ്മുടെ കാശ് എവിടെ ബ്ലോക്ക് ആയണ്ടല്ലോടാ. എന്തായാലും കറിയാച്ചൻ എനിക്കൊന്ന് കാണണം. കറിയാച്ചനുണ്ടോടോ? ആരാ? എന്താ കാര്യം? വേണ്ട. അല്ലേ, ആരാ? ദുബായിക്കാരൻ എപ്പോ എത്തി? വാ ഇരിക്കേ. എന്റെ പൊന്ന് കറിയാച്ച, കുറച്ച് കരുണ കാണിക്കണം, ദയ ഉണ്ടാവണം. കരുണ, ദയ, അതെന്നതാ സാധനം? എന്റെ ലൈഫ് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. കറിയാച്ചന് കാശ് തരാനുള്ളത് നേരാ. പക്ഷെ അതിന്റെ പേരില് അമ്മയും പെങ്ങളെയും ചീത്ത പറയുന്നത് മര്യാദയാണ് അച്ചായ? എന്റെ അമ്മയും പെങ്ങളെയൊന്നും അല്ലല്ലോ ഞാൻ ചീത്ത പറഞ്ഞേ, നിന്റെ അല്ലേ? എടാ കൊച്ചനെ, ഞങ്ങള് പലിശക്കാർക്കൊരു അനുഗ്രഹമാ ഈ ഭാര്യയും അമ്മയും പെങ്ങളും ഒക്കെ. അവള് വരെ വന്ന് ഞോണ്ടിയാ വേണ്ടേ? ഇതുപോലെ ആള് ദുബായിന്ന് വരെ പറന്ന് ഞങ്ങളുടെ മുന്നിലെത്തും.
ആ ഇനി സെറ്റിൽമെന്റിലേക്ക് കിടക്കാം. മുടക്കിയ തവണകളും അതിന്റെ പലിശയും പലിശയുടെ പലിശയും മേശപ്പുറത്ത് വെക്കാൻ. എനിക്കിത്തിരി സാവകാശം തരണം. എന്തിന്? മേശപ്പുറത്ത് വെക്കാനോ? അതല്ല, ദുബായി നയിച്ച കാശ് ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാലുടൻ കറിയാച്ചന്റെ കണക്കാൻ തീർത്തോളാം. തീർക്കാൻ പോകുന്ന എന്റെ കണക്കാണോ അതോ കാശിന്റെ കണക്കോ? ചേട്ടന്റെ കണക്ക്. ചേട്ടന്റെ കാശിന്റെ കണക്ക്. ആ എങ്കിൽ എന്റെ കണക്ക് എപ്പ ക്ലോസ് ചെയ്യും പറ. കാലനല്ലേ അറിയൂ. ഈ എലുമ്പനേതാ? എന്റെ ഫ്രണ്ടാ. എങ്കിൽ ഈ ഫ്രണ്ടിനോട് എന്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ. ഇല്ലെങ്കിൽ ഈ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ചളുക്കാൻ എനിക്ക് തോന്നും. ഇപ്പോഴത്തെ ഷേപ്പിൽ നിന്ന് ഷേപ്പ് മാറി വല്ലാത്ത ഷേപ്പായി പോകും. അതിന് പുറത്ത് നിന്നോട്ടോ. എന്റെ കറിയാച്ച, ഒരു മാസത്തിനകം ഞാൻ മുടക്കം വരുത്തിയ തുക തന്നു തീർത്തോളാം. ബാക്കിയൊരു 6 മാസത്തിനകം. സമ്മതിക്കണം. പലിശ കൂടും. എന്ത് വേണേലും തരാം. ദയവ് ചെയ്ത് എന്റെ വീട്ടിൽ കയറി ബഹളം ഉണ്ടാക്കരുത്. തെറ്റിച്ചാ ഞാനും ശോശാമ്മ നിന്റെ തറവാട്ടിൽ കയറി നിരങ്ങും. വേഗം വാ, ഫ്ലൈറ്റ് പോകും. അമ്മ പഴയ പോലെ പരുവത്തിൽ തന്നെ. ഏയ്, എന്താ ഭാരതീയമേത്? മോനെ യാത്രയാക്കുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കണ്ടേ? കാശില്ലാതെ ഞാനിവിടെ നിന്നാലേ ആ കറിയാച്ചന്റെ കടം എങ്ങനെ വീട്ടും? 1 മാസത്തെ അവധി പറഞ്ഞിരിക്കല്ലേ. പിന്നെ കറിയാച്ചന്റെ കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട. ട്രെയിനിങ് സമയത്ത് അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. കരയല്ലേ, കണ്ണുടക്കി. വരട്ടാമേ. പോട്ടേടി, പഠിക്കണം കേട്ടാ. ആ ബാഗ് ഇങ്ങോട്ടാ. എന്താ കണ്ടില്ല, യാത്ര പറഞ്ഞില്ല അല്ലേ? ആ ബാഗ് എടുത്തോണ്ട് വെച്ച്. ആ അതേ വന്നല്ലോ. ഇങ്ങനെ കണ്ടിട്ട് എന്തിനാ? വരട്ടെ. സത്യമായിട്ടും ദുബായിലേക്ക് തന്നെയാണോ പോണേ?